Hello fellow humans, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5 കിടിലൻ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പുകളാണ്. അത് ഇന്നത്തെ വീഡിയോ ഒരു ആപ്പ് സീരീസ് ആണ്. ഒന്നാമതായി കാണാൻ പോകുന്ന ആപ്പിൻ്റെ പേര് സ്പ്ലിറ്റ് ക്ലൗഡ് എന്നാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ളയാൾക്ക് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടായിരിക്കും ഫോണിൽ പാട്ട് കേട്ടുകൊണ്ടായിരിക്കും ബസ്സിലൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളയാൾക്ക് പാട്ട് കേൾക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇയർബഡ്സ് ആണെങ്കിൽ ഒരു ഇയർബഡ് പുള്ളിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഇയർഫോൺ ആണെങ്കിൽ നമ്മൾ ഒരു ബട്ടൺ നമ്മൾ ചെയ്ത് വെച്ച് മറ്റേത് പുള്ളിക്ക് കൊടുക്കും. നമ്മൾ ഒരു പാട്ട് തന്നെ നമ്മൾ രണ്ടുപേരും കേൾക്കും, അങ്ങനെയാണ് ചെയ്യാറ്. എന്നാൽ ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് രണ്ട് പേർക്കും രണ്ട് പാട്ടുകൾ കേൾക്കാൻ സാധിക്കും. അതെ, ഓരോ ബട്ടിലും ഓരോ പാട്ട് കേൾക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആപ്പാണ് ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത്. ഈ ആപ്പിൻ്റെ പേര് സ്പ്ലിറ്റ് ക്ലൗഡ് എന്നാണ്. ഇങ്ങനെ ആപ്പ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. നമുക്ക് സോങ് സെലക്ട് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻ കിട്ടും. അതിൽ ആദ്യത്തെ അവിടെ സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. രണ്ട് മ്യൂസിക് പ്ലേ ചെയ്യാൻ കഴിയും. അതിൽ സെർച്ചിൻ്റെ ഒരു ഐക്കൺ കാണിക്കും, ഒറ്റ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്, അവിടെ വന്നിട്ട് നമുക്ക് വേണ്ട പാട്ട് ഏതാണെന്ന് സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഒരു പാട്ട് സെർച്ച് ചെയ്യാം. ഓക്കെ, ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് പകുതിയായിട്ടാണ് കാണിക്കുന്നത്. ആദ്യത്തെ ഒരു ഇൻ്റർഫേസിൽ ഒരു പാട്ട് വന്നിട്ടുണ്ട്, രണ്ടാമത്തെ പാട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രണ്ട് ഇയർബഡിലും അല്ലെങ്കിൽ രണ്ട് ഇയർഫോണിൻ്റെ രണ്ട് സൈഡിലും ഓരോ പാട്ട് വെച്ചാണ് കേൾക്കുന്നത്. ഒരു ഇയർഫോണിൻ്റെ ഓരോ സൈഡിലും ഓരോ പാട്ട് കേൾക്കാനായിട്ട് കഴിയും. അത് മാത്രമല്ല, ഇതിൽ നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇയർബഡാണ് യൂസ് ചെയ്യുന്നത്. ഇയർഫോണിൽ ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇയർബഡിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് ഓരോ സൈഡിലും വോളിയം കൂട്ടാനും കുറയ്ക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഒരു ഇയർബഡിൽ മ്യൂസിക് ഓഫ് ചെയ്ത് മറ്റേ ഒരെണ്ണത്തിൽ മാത്രം കേൾക്കാനായിട്ടുള്ള ഓപ്ഷനും നമുക്ക് ഈ ആപ്പ് കിട്ടുന്നുണ്ട്. കൂടുതൽ സോങ്സിന് കൂടുതൽ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പോപ്പുലർ, ട്രെൻഡിങ്, റേഡിയോ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോണിൽ ലൈബ്രറിയിൽ നിന്ന് പാട്ട് കേൾക്കുവാൻ സാധിക്കും. ലൈബ്രറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള പാട്ടുകളും നമുക്ക് കേൾക്കാൻ കഴിയും. ഓക്കെ, രണ്ടാമത്തെ ആപ്പിൻ്റെ പേര് ടൈൽഷോർട്ട്കട്ട്സ് എന്നാണ്. ഇത് നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഷോർട്ട് കട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ആപ്പാണ്. ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു പ്ലസ് ഐക്കൺ കിട്ടും, അവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ആപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ആപ്പിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ലോഡിങ് സ്ക്രീൻ വരും. അത് കഴിഞ്ഞ് നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്സും അവിടെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ആപ്പ്, ഞാനിവിടെ കാൽക്കുലേറ്ററാണ് സെലക്ട് ചെയ്തത്. അതിൽ നമുക്ക് കുറേ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഐക്കൺ എടുത്തിട്ട് ആക്റ്റീവ് ടൈൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്ത് അത് കൊണ്ട് വെക്കുക. ഞാൻ ഇൻസ്റ്റാഗ്രാമും കാൽക്കുലേറ്റർ ഉപയോഗം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ ബാറിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് എടുത്ത് അവിടെ വെക്കുക. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, കാൽക്കുലേറ്റർ രണ്ടും എനിക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആവുന്നുണ്ട്. കാൽക്കുലേറ്റർ എടുത്ത് കഴിയുമ്പോൾ കാൽക്കുലേറ്ററും ഓപ്പൺ ആവുന്നുണ്ട്. കൂടാതെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ അവിടെ തന്നെ നമുക്ക് വെബ്സൈറ്റ്, ഷോർട്ട് കട്ട്, ഫോൾഡേഴ്സ് ഇങ്ങനെ പല രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് വെബ്സൈറ്റ് മാത്രം നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും. ബാക്കിയുള്ള കാര്യങ്ങൾ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് വേറെ പലതും ആഡ് ചെയ്യാൻ സാധിക്കും. ഡയറക്റ്റായിട്ടൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ആപ്പിൽ ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തേത് ഒരു ലോഞ്ചർ ആപ്പാണ്. ഓക്കെ, നമ്മുടെ സാധാരണ ഫോണിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മളിങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക, സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുക അല്ലെങ്കിൽ പൊക്കത്തോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പെല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതൊരു നോർമലായിട്ടുള്ള നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുമടുത്ത ഒരു രീതിയാണ്.
അതിന് പകരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെയധികം കസ്റ്റമൈസേഷനുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ലോഞ്ചറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ലോഞ്ചറിൻ്റെ പേര് വൈഡ് ലോഞ്ചർ എന്നാണ്. വൈഡ് ലോഞ്ചർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ നമുക്ക് കാണാം. ഓക്കെ, അത് കുറച്ച് ഡൗൺലോഡ് ആവാനുണ്ട് ഫയൽസ്. അത് ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിൾ സൈൻ ഇൻ ചെയ്യാനുള്ള വിൻഡോ കാണിക്കും. സൈൻ ഇൻ ചെയ്യുക. ഞാനിപ്പോൾ സൈൻ ഇൻ ചെയ്യുന്നില്ല, ഞാനല്ലാതെയാണ് കാണിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പെർമിഷനൊക്കെ ചോദിക്കും. പെർമിഷനൊക്കെ എനേബിൾ ചെയ്യുക. പെർമിഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോഡിങ് സ്ക്രീൻ കാണിക്കുന്നതാണ്. വലിയ താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെയാവും. പിന്നീട് കുറച്ച് പെർമിഷനും കൂടെ ചോദിക്കുന്നുണ്ട്, അല്ല കൊടുക്കുക. കഴിഞ്ഞാൽ നമുക്ക് ലോഞ്ചർ ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇതാണ് ലോഞ്ചറിൻ്റെ ഇൻ്റർഫേസ്. നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ഒരു ഇതിലല്ല, ഇത് ഒരൊറ്റ പേജ് പോലെയാണ്. അതായത് ഒരു പേജ് ഇങ്ങനെ ചെരിച്ച് വെച്ചേക്കുന്ന പോലെയാണ് നമുക്ക് കാണിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അതിലെല്ലാം വരുന്ന നോട്ടിഫിക്കേഷൻ കാണുവാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ഓണാക്കിയാൽ മതി. ഇതിൽ വരുന്നതെല്ലാം ഈ സൈഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ മെയിൻ സ്ക്രീനിൽ വരുന്നതിൽ ഇവിടെ ടൈമും കലണ്ടറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യേണ്ട ആപ്പ് മാത്രം സെലക്ട് ചെയ്ത് വെക്കുക. നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ആപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓൾറെഡി അകത്തെ കുറേ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമുക്കത് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റി വെക്കാനോ അതിൻ്റെ വലിപ്പം കുറയ്ക്കാനോ എല്ലാം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ലോഞ്ചറിൽ കിട്ടുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ഫോട്ടോ റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇത് ഒറ്റ പേജാണ്. അതിൽ 3 സ്ലൈഡായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഹോം പേജിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനായിട്ടോ എന്തെങ്കിലും ഒരു കോട്ട് എഴുതാനോ അങ്ങനെയുള്ളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ളൊരു ബോക്സും കൂടെ കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്താൽ മതി, അവിടെ ഇങ്ങനെ എഴുതി കാണിക്കും. പിന്നെ സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ക്രീനുകൾ കാണാം. ഓൾറെഡി 7 സ്ക്രീനുകൾ കാണാം. നമ്മൾ അതിൽ സെലക്ട് ചെയ്ത് നമ്മൾ നോക്കുക നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന്. അതിൽ ഓരോന്നിലും ഓരോ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എല്ലാം നിങ്ങളൊന്ന് എടുത്തു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണ്. അതിലിപ്പോൾ അത് കൂടാതെ നമുക്ക് വാൾപേപ്പറിനുള്ള ഓപ്ഷൻ കിട്ടും. ഇഷ്ടംപോലെ വാൾപേപ്പർ അതിനകത്ത് ഓൾറെഡി ഉണ്ട്. അല്ല നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇതിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അവർ ഷെയർ ചെയ്തേക്കുന്ന കുറേ തീമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തേക്കുന്ന തീമൊക്കെ അല്ലെങ്കിൽ ഈ ഹോം സ്ക്രീനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഗസ്റ്ററൊക്കെ കൂടുതൽ കുറേയധികം ഗസ്റ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഈ വൈഡ് ലോഞ്ചർ എന്നത്. പാലറ്റ്സ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഡ്ജറ്റും ആപ്സും ഒക്കെ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. കുറേയധികം വിഡ്ജറ്റ്സ് ഒക്കെ ഉണ്ട്. അതിൽ പെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. വിഡ്ജറ്റിൽ നമുക്ക് കുറേയധികം ഓൾറെഡി അതിൽ തന്നെ ഉണ്ട്. നമുക്ക് ഗൂഗിളിൻ്റെ സെർച്ച് ചെയ്യുന്നതിന് ടൈം, വെതർ, അങ്ങനെ കുറേ ഓപ്ഷനുകൾ കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഡിനോസർ ഗെയിം ഒന്നെടുത്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെറ്റ് എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഈ പെറ്റ് ഓക്കെ 500 കോയിൻ വേണം. നിങ്ങൾ ജിമെയിൽ വെച്ച് സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി 500 കോയിൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പെറ്റിനെ വാങ്ങിക്കാൻ കഴിയുന്നതാണ്. ഇതിനെക്കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഈ സാധനം നിങ്ങളിത് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനുള്ള പൈസ കിട്ടും.
ആദ്യത്തെ തവണ. അതിങ്ങനെ ഈ പെറ്റ് എന്നിട്ട് സ്ക്രീനിൽ കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടി നടക്കുന്നൊക്കെ കാണാം. ഇടയ്ക്ക് വന്നിട്ട് നമുക്ക് ഓരോ ടോക്കിംഗ് ടോമിനകത്ത് പൂച്ചയുടെ തലക്കെട്ട് തട്ട് കൊടുക്കുന്ന പോലെ ഒരു തട്ടൊക്കെ കൊടുക്കാം. പിന്നെ ഉണ്ട് അതിന് തിന്നാനൊക്കെ കൊടുക്കാം. ഒരു കോമഡി ഐറ്റമാണ്. 4ാമത്തെ ആപ്പിൻ്റെ പേര് ഡ്രീം എന്നാണ്. ഇതൊരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആപ്പാണ്. AI ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് വലിയ ചിത്രരചനയ്ക്കുള്ള കഴിവൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആർട്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു AI ആപ്പാണിത്. നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടമിൽ സെലക്ട് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫയലിൽ നിന്ന് ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പൊക്കത്തുള്ള ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് എങ്ങനത്തെ ആർട്ടാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമുക്കാദ്യം ഇതിൽ ആർക്കേൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് തന്നെ ചെയ്ത് നോക്കാം. ആർക്കേൻ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഒരു ലോഡിങ് സ്ക്രീൻ കാണിക്കും ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞ്. ഓക്കെ, അത് ക്രിയേറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു രാജാരവിവർമ്മയായെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഈ ആർട്ട് സെറ്റായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർട്ട് ആയി കഴിയുമ്പോഴേക്കും നമുക്കിവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. വീഡിയോ ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ പ്രീമിയം വേണം. നിങ്ങൾക്ക് ഡൗൺലോഡ് ട്രേഡിംഗ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ആയിട്ട് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവിടുന്ന് തന്നെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കിട്ടുന്നുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് വാൾപേപ്പറായിട്ട്. ഗാലറിയിൽ ഗാലറിയിൽ 2 ഫോട്ടോ ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നിൽ അവരുടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്, ഒന്ന് ക്ലീൻ ആയിട്ടുള്ളൊരു ഫോട്ടോ. 5ാമത്തെ ആപ്പിൻ്റെ പേര് ബാറ്ററി സൗണ്ട് എന്നാണ്. ഇത് നമുക്ക് ബാറ്ററിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ കുത്തി വെക്കുന്ന സമയത്ത്, ചാർജ് ചെയ്യാൻ വെക്കുന്ന സമയത്ത്, ഡിസ്കണക്റ്റ് ആവുന്ന സമയത്ത്, ഫുൾ ബാറ്ററി ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ലോ ബാറ്ററി ആവുന്ന സമയത്തൊക്കെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ സൗണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് മ്യൂസിക്കോ റിംഗ് ടോണോ നോട്ടിഫിക്കേഷൻ സൗണ്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഓഡിയോ ഫയൽസ് ഇതിന് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ റിംഗ് ടോൺ, ഫോണിൽ ഓൾറെഡി ഉള്ള സിസ്റ്റം റിംഗ് ടോൺ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് റോബോട്ടിക്, അതായത് കമ്പ്യൂട്ടർ വോയിസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കാണിക്കും. ചാർജിങ് യുവർ ഡിവൈസ് എന്നാക്കാം. ഓക്കെ, അത് സേവ് ചെയ്യുക. ഫോണൊന്ന് ഞാൻ കണക്ട് ചെയ്ത് നോക്കാം. ഡിസ്കണക്റ്റഡിൻ്റെയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, എന്നാൽ നിങ്ങൾ ടെക്സ്റ്റ് ടു സ്പീച്ച് ഡയറക്റ്റ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കോമഡി ആയിട്ടുണ്ട്. ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ള ഓപ്ഷൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്താൽ കോമഡി ആയിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഫോണിൽ ഓൾറെഡി ഉള്ള റിംഗ് ടോണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫയലിൽ നിന്ന് നോട്ടിഫിക്കേഷൻ സൗണ്ടോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്താൽ ഒരു നല്ല നോക്കുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിലോട്ട് പോവാം. അവിടെ ടെക്സ്റ്റ് ടു സ്പീച്ച് ഔട്ട്പുട്ട് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് മാറ്റാനായിട്ടുള്ള കുറേ ഓപ്ഷൻ കിട്ടും. കുറേ ലാംഗ്വേജ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇംഗ്ലീഷ്, ഇന്ത്യ, മലയാളം, ഹിന്ദി, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഓരോ ഇതിലും വോയിസ് ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് നിങ്ങൾക്കതിൽ വോയിസ് വെച്ച് ലാംഗ്വേജ് മാറ്റി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് വേണ്ടത് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിലുള്ള റിംഗ് ടോണോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്തതോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനലിലെ മറ്റ് വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടി ശ്രമിക്കുക. കൂടെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.